പവൻ കല്യാൺ നായകനായി എത്തിയ OG തിയേറ്ററുകളിൽ മികച്ച വിജയം നേടി മുന്നേറുകയാണ്. ആഗോളതലത്തിൽ 250 കോടി രൂപ കളക്ഷനിലേക്ക് ചിത്രം ഉടൻ കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നിരവധി ആരാധകരുള്ള തെലുങ്ക് സൂപ്പർ താരമാണ് പവൻ കല്യാൺ. വലിയ പ്രതീക്ഷകളോടെയാണ് പവൻ കല്യാണിന്റെ അവസാന ചിത്രമായ ഹരിഹര വീരമല്ലു പുറത്തിറങ്ങിയത്. എന്നാൽ ചിത്രത്തിന് വേണ്ട വിജയം നേടാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴിതാ 4 വർഷങ്ങൾക്ക് ശേഷം പുത്തൻ ചിത്രവുമായി പവൻ കല്യാൺ എത്തിയിരിക്കുകയാണ്. സഹോ എന്ന സിനിമയിലൂടെ പ്രശസ്തനായ സുജിത് സംവിധാനം ചെയ്യുന്ന OGയാണ് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് ആദ്യ ദിനം മുതൽ ലഭിക്കുന്നത്. OGക്ക് റിലീസിന് മുന്നേ അഡ്വാൻസ് ബുക്കിംഗിലൂടെ 50 കോടി ലഭിച്ചുവെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു. ഒരു റെട്രോ മോഡിൽ ആക്ഷൻ എന്റർടൈനറായിട്ടാണ് സിനിമ ഒരുങ്ങിയതെന്ന് ട്രെയിലറിൽ നിന്ന് വ്യക്തമായിരുന്നു. തമന്റെ പശ്ചാത്തല സംഗീതത്തിനും കയ്യടികൾ ലഭിക്കുന്നുണ്ട്. ഉഗ്രൻ സ്കോറാണ് സിനിമയ്ക്കായി തമൻ ഒരുക്കിയിരിക്കുന്നതെന്ന് ആരാധകർ പറയുന്നു. ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഓപ്പണിംഗിൽ 154 കോടി രൂപയുടെ കളക്ഷൻ ചിത്രം നേടിയിരിക്കുകയാണ്. നിലവിൽ ആഗോളതലത്തിൽ ചിത്രം 245.5 കോടി രൂപയാണ് നേടിയിട്ടുള്ളത്. അതായത് ആഗോളതലത്തിൽ 250 കോടി രൂപയുടെ കളക്ഷൻ നേടാൻ ചിത്രത്തിന് ഇനി 4.5 കോടി മാത്രമാണ് വേണ്ടത്. സെപ്റ്റംബർ 25-ന് തിയേറ്ററുകളിൽ എത്തിയ സിനിമ പവൻ കല്യാണിന്റെ പക്കാ തിരിച്ചുവരവാണെന്ന് ആരാധകർ പറയുന്നു. 2 വർഷം മുൻപ് പവൻ കല്യാണിന്റെ ജന്മദിനത്തിൽ ടീസർ പുറത്തുവിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ചിത്രമാണ് OG. എന്നാൽ പിന്നീട് പവൻ കല്യാൺ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയാവുകയും ചെയ്തതോടെ ചിത്രം വൈകി. RRR എന്ന ചിത്രം നിർമ്മിച്ച DVV പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. OGയിൽ ബോളിവുഡ് താരം ഇമ്രാൻ ഹാഷ്മി നെഗറ്റീവ് റോളിൽ എത്തുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. പ്രിയങ്ക മോഹനാണ് സിനിമയിലെ നായിക. രവി കെ ചന്ദ്രൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൽ പ്രകാശ് രാജ്, അർജുൻ ദാസ്, ശ്രിയ റെഡ്ഡി, ഹരീഷ് ഉത്തമൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.